കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട 100 PSC മുൻവർഷ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാം, അതുപോലെ അറിയാത്ത ചോദ്യങ്ങളും ഉണ്ടാവാം. ഈ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ചോദ്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ള കാര്യം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം: ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. എവിടം മുതൽ എവിടം വരെയാണ് ജീവശിഖ ജാഥ നയിച്ചത്? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സ്ഥലം എവിടെയാണ്? ശിവഗിരിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ശിവഗിരിയാണ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന അരയ സമാജ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അദ്ദേഹമാണ് അരയ സമാജത്തിന്റെ സ്ഥാപകൻ. മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാണ്? വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാഗ്ഭടാനന്ദനെയാണ്. വാല സമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. വാല സമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാര്? സഹോദരൻ അയ്യപ്പനാണ്. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനാണ്. SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവനാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം എപ്പോഴാണ്? 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888 കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവായ ഡോക്ടർ പൽപ്പുവിന്റെ യഥാർത്ഥ പേര് എന്താണ്? പത്മനാഭൻ എന്നാണ്. ഡോക്ടർ പൽപ്പുവിന്റെ യഥാർത്ഥ പേര് പത്മനാഭൻ എന്നാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്?
സഹോദരനയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരനയ്യപ്പൻ. അയ്യപ്പൻ, കുഞ്ഞൻ പിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അയ്യപ്പൻ, കുഞ്ഞൻ പിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂരാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജമാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറായിലാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിലാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. കർമ്മവിഭാഗം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. കർമ്മവിഭാഗം എന്ന കൃതി രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. സാധുജന പരിപാലന സംഘ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ഏതാണ്? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1907. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? A.K. ഗോപാലൻ അഥവാ AKG ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ A.K. ഗോപാലൻ അഥവാ AKG ആണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മുത്തുക്കുട്ടി സ്വാമി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മുത്തുക്കുട്ടി സ്വാമി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്
വൈകുണ്ഠസ്വാമികളാണ്. നിർവൃതി പഞ്ചകം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് ആരാണ്? തൈക്കാട് അയ്യയാണ്. ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യയാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ ജനിച്ചത് എവിടെയാണ്? കൈനകരിയിലാണ്, ആലപ്പുഴ ജില്ലയിലാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ ജനിച്ചത് കൈനകരി, ആലപ്പുഴ ജില്ലയിലാണ്. ദീപിക എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. ദീപിക എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഏത് സംഘടനയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപവൽക്കരിച്ചിരിക്കുന്നത്? ഏത് സംഘടനയുടെ മാതൃകയിലാണ്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപവൽക്കരിച്ചിരിക്കുന്നത്. വിവേകോദയം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? കുമാരനാശാനാണ്. വിവേകോദയം എന്ന മാസിക ആരംഭിച്ചത് കുമാരനാശാനാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? അഞ്ച് തെങ്ങ് എന്ന സ്ഥലത്ത് നിന്നാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചത് അഞ്ച് തെങ്ങ് എന്ന സ്ഥലത്ത് നിന്നാണ്. 1913 കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെ നേതൃത്വത്തിലാണ്. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ച വർഷം 1913 ആരാണ് സ്ഥാപിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? മിതവാദിയാണ്. മിതവാദി എന്ന പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം. ക്രിസ്തുമത നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ക്രിസ്തുമത നിരൂപണം എന്ന കൃതിയുടെ കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ്. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് മന്നത്ത് പത്മനാഭന്റെ
ആത്മകഥയാണ്. കല്ലുമാല സമരത്തിന്റെ നേതാവ് ആരായിരുന്നു? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ഉണരുവിൻ, അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന പ്രശസ്തമായ സന്ദേശം ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. ഉണരുവിൻ, അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദൻ. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് ആരാണ്? AKG അഥവാ AK ഗോപാലനാണ്. പട്ടിണി ജാഥ നയിച്ച നേതാവ് AK ഗോപാലനാണ്. എവിടം മുതൽ എവിടം വരെയാണ് പട്ടിണി ജാഥ നയിച്ചത്? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കാണ്. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണ്? കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും എന്നത് VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ അഥവാ വെളുത്ത പിശാച് എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. കാലടിയിൽ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ട വർഷം എപ്പോഴാണ്? 1936 ആരാണ് സ്ഥാപിച്ചത്? ആഗമാനന്ദ സ്വാമികളാണ്. 1898 ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ കോഴിക്കോട് സ്ഥാപിച്ചതാരാണ്? അയ്യത്താൻ ഗോപാലനാണ്. 1898 ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ കോഴിക്കോട് സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? അയ്യത്താൻ ഗോപാലനാണ്. സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സി കേശവനാണ്. സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സി കേശവൻ. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് പന്മന. മണ്ണിനു വേണ്ടി എന്ന കൃതി രചിച്ചത് ആരാണ്? AK ഗോപാലനാണ്. മണ്ണിനു വേണ്ടി എന്ന കൃതി രചിച്ചത് AK ഗോപാലനാണ്. ശിവയോഗ വിലാസം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ശിവയോഗ വിലാസം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി കുമാരനാശാനാണ്. ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി കുമാരനാശാനാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്.
സമ്പൂർണദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് ആരാണ്? AK ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രീയ നേതാവാണ് AK ഗോപാലൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തി. ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ദൈവദശകം എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? K കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പാണ്. ജാതിക്കുമ്മി എന്ന കൃതിയുടെ കർത്താവാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചതാരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ആദ്യമായി കാൾ മാക്സിന്റെയും ഗാന്ധിജിയുടെയും ജീവചരിത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ആദ്യമായി കാൾ മാക്സിന്റെയും ഗാന്ധിജിയുടെയും ജീവചരിത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം അതുപോലെ പ്രാചീന മലയാളം എന്നീ കൃതികൾ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ്. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പാട്യം. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം എപ്പോഴാണ്? 1924 ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം ഏതാണ്? ജാതി മീമാംസയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വചനമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകമാണ് ജാതി മീമാംസ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. കുമാരനാശാന്റെ ജന്മസ്ഥലം എവിടെയാണ്? കായിക്കരയാണ്. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കരയാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. സാക്ഷരതരുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ്. സാക്ഷരതരുടെ
പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ബാലാകലേശം എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ബാലാകലേശം എന്ന കൃതി പണ്ഡിറ്റ് KP കറുപ്പൻ്റേതാണ്. അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? വേലുക്കുട്ടി അരയനാണ്. അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. ഏത് വർഷമാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഏത് വർഷമാണ്? 1903 1903 ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്. നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS രൂപം കൊണ്ടത് എപ്പോഴാണ്? 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് 1914 ഒക്ടോബർ 31 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? K കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് K കേളപ്പൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലൻ അഥവാ AKG ആണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ അഥവാ AKG ആണ്. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? K കേളപ്പനാണ്. NSSന്റെ സ്ഥാപക പ്രസിഡന്റാണ് K കേളപ്പൻ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം ഏതാണ്? ദുരവസ്ഥയാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ഏകദേശം 25 മിനിറ്റ് കൊണ്ട് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പല പരീക്ഷകൾക്കായി PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യങ്ങളും 2 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ എഴുതി വെക്കുക. എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക.